ഇടവക്കോട് വാർഡിലെ 12-അംഗ ഹരിതകർമ്മസേന വനിതകളാണ് പിക്കപ്പ് വാങ്ങിയത്. വീടുകളിലും പരിസരങ്ങളിലുമുള്ള ആക്രിവിറ്റ് കിട്ടിയ 68,000 രൂപയിൽ നിന്നാണ് പിക്കപ്പ് വാങ്ങിയത്. 40,000 രൂപ ആദ്യമടച്ചു. 18,000 രൂപ പുതിയ വാഹനത്തിന്റെ മറ്റ് അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിച്ചു. 12,000 രൂപയാണ് മാസത്തവണയായി അടയ്ക്കേണ്ടത്. അതും ആക്രിവിറ്റ് നേടാമെന്നാണ് അവരുടെ പ്രതീക്ഷ. വണ്ടി ഇല്ലാത്തത് ഞങ്ങൾക്കൊരു ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾക്കൊരു വണ്ടി വേണമെന്ന് ഞങ്ങളുടെ ജയച്ചിൻ്റെ അടുത്തും കൗൺസിലറുടെ അടുത്തും CDSൻ്റെ അടുത്തും പറഞ്ഞ സമയത്ത് അവരാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടൊരു നിർദ്ദേശം വെച്ചത്. നിങ്ങളുടെ സ്ക്രാപ്പിൻ്റെ പൈസ 3 മാസത്തെ പൈസ പിടിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ എമൗണ്ട് കൊണ്ട് നമുക്കൊരു വണ്ടി എടുക്കാം. അതിനുശേഷം ഈ പൈസ കൊണ്ട് തന്നെ നമുക്ക് സ്ക്രാപ്പ് വിൽക്കുന്ന പൈസ കൊണ്ട് തന്നെ നമുക്ക് പിന്നെയും ആ EMI അടച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് അവരാണ്. ഇടവക്കോട് വാർഡിലെ ആവശ്യം കഴിഞ്ഞാൽ മറ്റ് വാർഡുകളിലെ ഹരിതകർമ്മസേനയ്ക്ക് വാടകയ്ക്ക് നൽകും. ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ ആക്രി സാധനങ്ങൾ മാത്രം വിറ്റ് ഹരിതകർമ്മസേനാംഗങ്ങൾ വാഹനം വാങ്ങുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ ജെബിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജിബിൻ, ആക്രി സാധനങ്ങൾ മാത്രം വിറ്റുകൊണ്ടാണ് അങ്ങനെ ഒരു വാഹനം വാങ്ങുന്നത്. അപ്പോൾ അതില്ലാത്തതിന് ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്ന് ആ ചേച്ചിമാർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ കൂടെ നിന്ന് അവർ പുതിയൊരു വാഹനം വാങ്ങിയെന്ന് മാത്രമല്ല, അവരുടെ ജോലി ഇപ്പോൾ സ്മൂത്ത് ആകും. ഇനി അഥവാ ജോലിയൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ മറ്റുള്ളവർക്ക് സഹായത്തിന് വേണ്ടി വാഹനം നൽകുകയും ചെയ്യുമല്ലേ? പൂജ തന്നെയാണ്. കാരണം ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് മാലിന്യമുക്ത കേരളം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലെയും ആ പരിസരങ്ങളിലെയും മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും അത് പുനരുപയോഗം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഹരിതകർമ്മസേന രൂപീകരിച്ചിരുന്നത്. പക്ഷേ ഇത് സ്ത്രീകൾക്കൊരു വരുമാന മാർഗം കൂടിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണഗതിയിൽ ഈ ഹരിതകർമ്മസേനാംഗങ്ങൾ ചെയ്യുന്നത് വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് അവ വേർതിരിച്ച് അത് സംസ്കരിക്കാനുള്ളവയാണെങ്കിൽ സംസ്കരിക്കും, മറ്റത് പുനർ ഉപയോഗം ചെയ്യാനുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അതിനുവേണ്ടി അവരുടെ ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ മറ്റു പലയിടത്തു നിന്ന് പൈസ കൊടുത്താണ് അവർ വാടകയ്ക്ക് എടുക്കുന്നത്. പക്ഷേ ഇവർക്ക് ഈ വീടുകളിൽ നിന്ന് കിട്ടുന്നത് യൂസർ ഫീ കിട്ടുന്ന വളരെ ചെറിയ തുകയുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇവർ ഈ ഒരു മാർഗം കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇവർ ശേഖരിക്കുന്ന ഈ ആക്രി വസ്തുക്കൾ തന്നെ വിറ്റുകൊണ്ട് അവരുടെ ആവശ്യത്തിനായി ഒരു വാഹനം അവർ വാങ്ങിയിരിക്കുകയാണ്. ഇത് അവരുടെ ആവശ്യത്തിന് മാത്രമല്ല, ഇവരുടെ ആവശ്യം കഴിഞ്ഞാൽ മറ്റ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൂടി വാടകയ്ക്ക് നൽകുന്ന രീതിയിലാണ് ഈ വാഹനം അവർ വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ ആക്രിവിറ്റ് കിട്ടിയ തുകയ്ക്ക് ഇതിൻ്റെ ആദ്യ ഗഡു അടച്ചിട്ടുണ്ട്. മറ്റത് ഈ വാഹനത്തിൻ്റെ മറ്റ് അറ്റകുറ്റപ്പണികളുണ്ട്. ഒരു പുതിയ വാഹനം വാങ്ങിയാൽ അതിൻ്റെ ബോഡി ഉൾപ്പെടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുകയും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണം മാത്രമാണ് ഇപ്പോൾ അവർ നൽകിയിട്ടുള്ളത്. ഇനി മാസം തോറുമുള്ള EMI ഒക്കെ അവർക്ക് അടയ്ക്കേണ്ടതുണ്ട്. പക്ഷേ അത് അവർക്കൊരു പേടിയില്ല. കാരണം അവർ ചെയ്യുന്ന ജോലി അനുസരിച്ച് അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗമുണ്ട്. അതിൽ നിന്ന് തന്നെ ഇവർക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കി പൈസ കൂടി കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി എന്തായാലും ഈ ഒരു ഹരിതകർമ്മസേന അംഗങ്ങൾക്കുണ്ട്. ഇത് മറ്റുള്ള ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഒരു മാതൃകയും ഒരു പ്രചോദനവും കൂടിയാണ്. കാരണം സ്വന്തം കാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊരു വരുമാന മാർഗ്ഗവും അവർക്കൊരു തൊഴിലവസരവും കൂടി ഈ ഹരിതകർമ്മസേനയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഈ ഇടവക്കോട് ഹരിതകർമ്മസേനാംഗങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ശരി ജീവൻ, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നുള്ളവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും രക്തദാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഹരിതകർമ്മസേനാംഗങ്ങളെ കുറിച്ച്. അത് കഴിഞ്ഞാണ് ഇതാ വീണ്ടും തിരുവനന്തപുരത്ത് നിന്നുള്ളവരെ കുറിച്ച് കേൾക്കുന്നത്. ഇവിടെയാണെങ്കിൽ എന്താണ്, ഒരു വാഹനം അവർക്ക് സ്വന്തമായിട്ട് ലഭിച്ചു എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുക്കാനും സന്നദ്ധമാണ് എന്നുള്ള രീതിയിൽ അവർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ചേച്ചിമാരെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളുടെയൊക്കെ മാലിന്യം ഇല്ലാതാക്കി നാട് വൃത്തിയാക്കുന്നവരല്ലേ, അവരെ കുറിച്ച് എപ്പോഴും അഭിമാനത്തോടു കൂടി മാത്രമേ നമുക്ക് പറയാനും പറ്റത്തുള്ളൂ. ശരി ജീവൻ.